കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. യുവതിയുടേത് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധു കൂടിയായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് യുവതിയെ ജോലിസ്ഥലത്ത് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി മൃതദേഹത്തിൽ ലൈംഗിക വൈകൃതം കാട്ടിയെന്നും പോലീസ് പറഞ്ഞു. ജനുവരി 24-നാണ് യുവതിയെ പ്രതിയായ വൈശാഖന്റെ സ്ഥാപനത്തിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദ്യഘട്ടത്തിൽ സ്വയം ജീവനൊടുക്കിയതെന്ന് കരുതിയ സംഭവം പിന്നീട് ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഭാര്യ സഹോദരിയായ യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമോ എന്ന ഭയത്തിലാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. ഇരുവർക്കും ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതി യുവതിയെ മാളിക്കടവ് അരീക്കരയിലുള്ള സ്ഥാപനത്തിലെത്തിച്ചത്. കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്ത വൈശാഖൻ ഉറക്കഗുളിക കലർത്തിയ ജ്യൂസ് യുവതിക്ക് നൽകി. അർദ്ധമയക്കത്തിലായ യുവതിയോട് കുരുക്ക് കഴുത്തിലിടാൻ പറയുന്നു. ശേഷം തന്ത്രപരമായി കുരുക്ക് മുറുക്കി. പിന്നീട് സ്റ്റൂൾ തട്ടിമാറ്റി. ശേഷം മരണം ഉറപ്പുവരുത്തി കുരുക്കഴിച്ച് നിലത്ത് കിടത്തി യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. യുവതി ജീവനൊടുക്കിയെന്ന് ബന്ധുക്കളെയും പോലീസിനെയും അറിയിക്കുന്നതും വൈശാഖ് തന്നെയാണ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുന്നതിനിടെയാണ് മൊഴികളിലെ വൈരുദ്ധ്യം സംശയത്തിനിട നൽകിയത്. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചതോടെ ഞെട്ടിക്കുന്ന കൊലപാതകം തിരിച്ചറിഞ്ഞു. CCTV ഹാർഡ് ഡിസ്ക് കൈക്കലാക്കാൻ വൈശാഖൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാപനം സീൽ ചെയ്തതും ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിലെടുത്തതും നിർണായകമായി. വൈശാഖനെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. 16 വയസ്സ് മുതൽ പ്രതി യുവതിയെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. വൈശാഖന്റെ കയ്യിൽ ചില ദൃശ്യങ്ങളുണ്ടെന്നും അതിനാൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്നുമുള്ള സൂചന യുവതിയുടെ ഡയറിയിൽ നിന്നും പോലീസിന് ലഭിച്ചു. എലത്തൂർ CI രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.